₹1 കോടി വേണമെന്നും ₹1 വേണമെന്നും ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് എന്താണ്, ₹1 എന്തായാലും കിട്ടും. ഈ കോൺഫിഡൻസ് ഇവിടെ അപ്ലൈ ചെയ്യണം. ₹1 കോടി എനിക്ക് കിട്ടും എന്നൊരു കോൺഫിഡൻസിലാണ് അവിടെ ചോദിക്കേണ്ടത്. ലഭിക്കുന്നതായിട്ടല്ല, കിട്ടിയതായിട്ട്. ₹1 കോടി ഏത് ഫോമിലാണ് വരുന്നത്? ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലാണോ? ഇതാണ് ഈ മനോദൃശ്യത്തിന്റെ പ്രിൻസിപ്പിൾ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു സംഭവം കിട്ടുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ രാഹുലെ, അതിന്റെ ഒരു ഫീലിങ്സ് നമ്മൾ ആ ഇമോഷണലി നമ്മൾ കാണിക്കണം. ഇതും ഒരു സങ്കല്പ ശക്തിയല്ലേ? അല്ലെങ്കിൽ ഈ വശീകരണം അങ്ങനെയൊക്കെ പറയുന്നത്, ഈ വശ്യം എന്ന് പറയുന്നതും സങ്കല്പ ശക്തിയും ഒന്നാണോ? ജോലി കിട്ടാതിരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുന്നു. ഇത് നമ്മൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നിയോഗം ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ പ്രകൃതിയോട് എങ്ങനെ ചോദിക്കുന്നത് പോലെ ഇരിക്കും. നമ്മൾ നോർമലി അമ്പലത്തിലേക്ക് പോയിട്ട് എന്താ പറയുക, മന്ത്രവാദികളുടെ അടുത്തേക്ക് പോയി ലക്ഷങ്ങൾ കൊടുക്കുന്ന ആളുകളുണ്ട് ഇതേപോലെ റിലേഷൻഷിപ്പിന് വേണ്ടി. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്ഥലങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ട്? ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും തമ്മിൽ ഡിഫറൻസ് എന്താണ്? ക്ഷേത്രങ്ങളിനകത്തിരിക്കുന്ന മൂർത്തിയുടെക്കാളും കൂടുതലായിട്ട് മഹാക്ഷേത്രങ്ങളിൽ ചൈതന്യം കൂടുതലാണ്. അപ്പൊ മഹാക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പ്രതിപെട്ട ഇന്നത്തെ കാലത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ചേട്ടൻ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ പോലെ തന്നെയാണ് സങ്കല്പ ശക്തി എന്ന് ചേട്ടൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ സങ്കല്പ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നമ്മിലേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മറ്റൊരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുക, അപ്പൊ അവരിലേക്ക് ഇവർ എത്തിച്ചേരുന്നത് ഇതും ഒരു സങ്കല്പ ശക്തിയല്ലേ? അല്ലെങ്കിൽ ഈ വശീകരണം അങ്ങനെയൊക്കെ പറയുന്നത്, ഈ വശ്യം എന്ന് പറയുന്നതും സങ്കല്പ ശക്തിയും ഒന്നാണോ? രാഹുലെ, ഈ പറയുന്ന സങ്കല്പ ശക്തിക്കകത്ത് വരുന്ന പ്രിൻസിപ്പിൾ 3 നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു. ചോദിക്കുക, മനോദൃശ്യം, ലഭിക്കുക എന്നുള്ളതാണ്. മനോദൃശ്യം എന്ന് പറഞ്ഞാൽ, അതായത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ യൂണിവേഴ്സിനോട് ചോദിക്കുന്നു, അതൊരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇതിന് പോകുന്നതിന് മുൻപായിട്ടൊരു ബേസിക് സ്റ്റെപ്പ് ഉണ്ട്. ഈ ബേസിക് സ്റ്റെപ്പ് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഓൾറെഡി പറഞ്ഞു. ആർക്കൊക്കെ വേണമെങ്കിലും എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വിളിച്ചു കേട്ടോ. എക്സസൈസ് ചെയ്തതിനു ശേഷം വിളിച്ചവരാണ് കൂടുതൽ ആൾക്കാർ. അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവമാണ്. എന്നിട്ട് ജോലി കിട്ടാതിരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുന്നു. ഇത് നമ്മൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നിയോഗം ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈവൻ ഷാർജയിൽ നിന്ന് 2 പേര് ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചു. അവർക്ക് ഞാൻ എക്സസൈസ് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എന്നെ വിളിച്ചിട്ട്, സാർ പ്രദീപ് ജി ഒരു കൺസൾട്ടേഷൻ വേണമെന്ന് പറയുന്നു. നോർമലി കൺസൾട്ടേഷന് വേണ്ടി കോള് വരും. എല്ലാവരുടെ കോളും നമുക്ക് എടുക്കാൻ കഴിയില്ല, ഷൂട്ട് ഉണ്ടാകാം, പല തിരക്കുകളുണ്ടാകാം. പക്ഷെ എന്നാലും കഴിവതും നമ്മൾ എടുക്കാറുണ്ട് കോള്. അവർക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയിട്ട് കൺസൾട്ടേഷനിൽ വന്നിട്ട് കൺസൾട്ടേഷൻ പേയ്മെന്റ് ചെയ്യാനാണ് വിളിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് വേണ്ട, സന്തോഷം, ജോലി കിട്ടി. അതിനുശേഷം ഒരു 8 ഏക്കർ വസ്തു കുറേ ദിവസമായിട്ട് കേസിൽ കിടക്കുക. അത് മുന്നോട്ട് പോകുന്നില്ല. എന്നെ വിളിച്ചിട്ട് ഇടുക്കിന്നാണ് വിളിക്കുന്നത്. ഇടുക്കിയിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. വിളിച്ചിട്ട്, ചേട്ടാ ഞാൻ ഈ എക്സസൈസ് ചെയ്തു, എന്നിട്ട് എനിക്ക് ഫലമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എക്സസൈസ് ചെയ്തു, നിങ്ങളുടെ മനസ്സിന്റെ ബലം അത്രയാണ്, ഇനി അടുത്തൊരു സ്റ്റെപ്പ് കൊണ്ട് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ ചോദിക്കുക? ഈ ബേസിക് എക്സസൈസ് ചെയ്താൽ വരുന്ന 3 പ്രിൻസിപ്പിളാണ്: എങ്ങനെ ചോദിക്കുക, മനോദൃശ്യം, ലഭിക്കുക. എങ്ങനെ ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സസൈസ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രകൃതിയോട് എങ്ങനെ ചോദിക്കുന്നത് പോലെയായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് രാഹുൽ ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്കാണ് ആൻസർ ആയിട്ട് പറഞ്ഞു വരുന്നത്. നമ്മൾ പ്രകൃതിയോട് എങ്ങനെ ചോദിക്കുന്നത് പോലെ ഇരിക്കും. നമ്മൾ നോർമലി അമ്പലത്തിലേക്ക് പോയിട്ട് എന്താ പറയുക, ഭഗവാനെ എനിക്ക് അത് വേണം, ഇത് വേണം. നമ്മൾ മുൻപ് അങ്ങനെ ആയിരുന്നു. ഒരു കാലഘട്ടം വരെ ഞാനും അങ്ങനെ തന്നെ, ആ ഒരു സെഗ്മെന്റ് ഓഫ് ആൾക്കാരിൽ തന്നെ ഞാനും ആയിരുന്നു. കുറച്ച് എന്താ പറയുക, ബന്ധങ്ങൾ വന്നും നല്ല ആൾക്കാരിലേക്ക് അറിയപ്പെടുകയും ഈ കോൺഷ്യസ് റിസർച്ചർ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ഞാനൊന്ന് ഒരു റിസർച്ചിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ബോധതലങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ ഒരു കോർ ഗ്രൂപ്പാണ് അത്. കുറെ ഓൾമോസ്റ്റ് പാരാസൈക്കോളജിസ്റ്റ് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഗ്രൂപ്പാണ്. പല രാജ്യങ്ങളിലുള്ളവരുണ്ട്. അപ്പൊ നമ്മൾ അവരോട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ചിന്താരീതികൾ തികച്ചും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും ചിലപ്പോൾ അവരുടെ നിന്ന് കിട്ടുന്നത്. അപ്പൊ അവിടെ അവർ ചോദിക്കുന്ന പാറ്റേൺ ഭയങ്കര ഡിഫറെന്റ് ആണ് പ്രകൃതിയോട്. ആ പാറ്റേണിൽ കൂടെ ചോദിക്കുമ്പോൾ ഇപ്പൊ രാഹുൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ അവിടെ കിട്ടും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വശീകരണം എന്ന് പറയുന്നത് 2 രീതിയിൽ ചെയ്യുന്നു. ഒന്ന് മെറ്റീരിയൽ ആയിട്ടും ചെയ്യുന്നു, ഒന്ന് സാങ്കല്പികമായിട്ടും ചെയ്യുന്നു. മെറ്റീരിയൽ ആയിട്ട് പലതും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എനിക്കൊന്ന് മന്ത്രവാദികളുടെ അടുത്തേക്ക് പോയി ലക്ഷങ്ങൾ കൊടുക്കുന്ന ആളുകളുണ്ട് ഇതേപോലെ റിലേഷൻഷിപ്പിന് വേണ്ടി. അതെ. അതിനുവേണ്ടി ഏകദേശം ഒരു 2 ലക്ഷത്തി സംതിങ്, 2 ലക്ഷത്തി പ്രതിമായിട്ട് ഐ സ്പെൻഡ് മോർ ദാൻ 2 lakh സംതിങ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ അസ്യൂം ചെയ്തു 2 ലക്ഷത്തിന് മേളിൽ അവരൊന്ന് സ്പെൻഡ് ചെയ്തു. എനിക്ക് ഒരാളുമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആളാണ്. പക്ഷെ പുള്ളിക്കാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അദ്ദേഹത്തിന് എന്നോട് വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് കല്യാണത്തിന് വേണ്ടി. അവരുടെ വീട്ടിലുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ല. എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അവർ ഈ ബേസിക് സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം എന്നെ വിളിക്കുന്നത്. അതും അത്യാവശ്യം നല്ല ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് ട്രിവാൻഡ്രം സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്നതാണ്.
അപ്പൊ ഞാൻ ഈ എങ്ങനെ ചോദിക്കുക എന്നുള്ള പാറ്റേൺ മാത്രം പറഞ്ഞു കൊടുത്തു. കാരണം മറ്റതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു കൺസൾട്ടേഷൻ ഫീ ഉണ്ട്, രണ്ട് എൻ്റെ ടൈം അവിടെ കുറേ പോകും. അപ്പൊ ഞാൻ ഇത് ചെയ്ത ഒരാളാണെങ്കിൽ ഇത് പറഞ്ഞു കൊടുത്തു, എനിക്ക് പേയ്മെന്റ് ഒന്നും വേണ്ട, ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ 2 ലക്ഷത്തിന് മേളിൽ ഞാൻ മെറ്റീരിയലിന് വേണ്ടി പലയിടത്തും സ്പെൻഡ് ചെയ്തതാണ്, ഇവിടെ 5 പൈസ സ്പെൻഡ് ചെയ്യാതെ ആഗ്രഹം നടന്ന് പുള്ളിക്കാരൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. അത് അവിടെയാണ് എങ്ങനെ ചോദിക്കുക എന്നുള്ള കാര്യം ഇരിക്കുന്നത്. നമ്മൾ പ്രകൃതിയോട് എങ്ങനെ ചോദിക്കുന്നു, ആ പ്രകൃതിയോട് ചോദിക്കുമ്പോൾ സെക്കൻഡ് വരുന്ന മനോദൃശ്യമാണ്. എനിക്ക് 1 കോടി രൂപ വേണമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ 1 കോടി രൂപ ആരും കൊണ്ടുവരില്ല. 1 കോടി രൂപ വേണമെന്നും 1 രൂപ വേണമെന്നും ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് എന്താണ്, 1 രൂപ എന്തായാലും കിട്ടും. ഈ കോൺഫിഡൻസ് ഇവിടെ അപ്ലൈ ചെയ്യണം. 1 കോടി എനിക്ക് കിട്ടും എന്നൊരു കോൺഫിഡൻസിലാണ് അവിടെ ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ആ ഒരു തരംഗങ്ങൾ പ്രകൃതിയിലേക്ക് പോകുന്നതിന്റെ പ്രകമ്പനം ഭയങ്കര ഡിഫറെന്റ് ആണ്. കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ചോദിക്കുന്ന സംഭവം അവിടെ ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേണിലൂടെ ചോദിക്കാൻ പറ്റുള്ളൂ. അത് എന്താണ് വസ്തു എന്ന് മനസ്സിലാക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് നമ്മളോടാണ് വിളിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ, ജെന്യൂൻ ആയിട്ടാണെങ്കിൽ നമ്മൾ അവരുടെ തേർഡ് ഐയിലേക്ക് പാസ് ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ആണ് ചോദിക്കുന്നതിലിരിക്കുന്നത്. അത് കഴിയുമ്പോൾ മനോദൃശ്യത്തിൽ എന്താണ്, നമ്മൾ 1 കോടി രൂപ കിട്ടിയതായിട്ട് നമ്മൾ മനോദൃശ്യം കാണിക്കും. ലഭിക്കുന്നതായിട്ടല്ല, കിട്ടിയതായിട്ട്. 1 കോടി രൂപ ഏത് ഫോമിലാണ് വരുന്നത്, ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലാണോ, ഇതാണ് ഈ മനോദൃശ്യത്തിന്റെ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിളും പ്രോപ്പറായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുക. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സംഭവം കിട്ടുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ രാഹുലെ, അതിന്റെ ഒരു ഫീലിങ്സ് നമ്മൾ ആ ഇമോഷണലി നമ്മൾ കാണിക്കണം, അതും പ്രകൃതിയോട്. ഇത് മൂന്ന് പ്രിൻസിപ്പിള് 3 പാറ്റേൺ ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പല സംഭവം നടക്കും. അപ്പൊ പലരും ചോദിക്കും, രാഹുൽ എന്നെ ചോദ്യം, ചേട്ടാ 1 കോടി രൂപ എങ്ങനെ കിട്ടുന്നു? 1 കോടി രൂപ അല്ല കിട്ടുന്നത്, 1 കോടി രൂപ കിട്ടാനുള്ള അവസരങ്ങൾ നമുക്ക് വന്നു ചേരും, വഴികൾ. ആ പല വഴികളിൽ നമുക്ക് സെലക്റ്റീവ് ആവുന്ന വഴികൾ നമുക്ക് കിട്ടും. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ്, അതായത് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, പക്ഷെ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രം അവരിവരെ വിളിക്കും. നമുക്ക് പലരും അടുത്ത് ഇതേപോലെ കോയിൻസിഡൻസുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്ഥലങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഈ രാവിലെ ചില സ്ഥലങ്ങളിലെ എനർജി നമ്മുടെ ബോഡിയുടെ എനർജി തമ്മിൽ കണക്റ്റഡ് ആവും. ഈ ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങൾ തമ്മിൽ ഡിഫറൻസ് എന്താണ്? ക്ഷേത്രങ്ങളിനകത്തിരിക്കുന്ന മൂർത്തിയുടെക്കാളും കൂടുതലായിട്ട് മഹാക്ഷേത്രങ്ങളിൽ ചൈതന്യം കൂടുതലാണ്. അപ്പൊ മഹാക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ബോഡിയിലെ എനർജി ആ മൂർത്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം ചോദിക്കണ്ട, ഓൾമോസ്റ്റ് പല കാര്യങ്ങളും വന്നു ചേരും. നമുക്ക് ജീവിത സമയമാകുമ്പോൾ വന്നു ചേരും. അപ്പോൾ ചില സ്ഥലങ്ങളിലുള്ള എനർജി ഉണ്ടല്ലോ, നമ്മുടെ ബോഡിയുടെ എനർജിയായിട്ട് ഭയങ്കര, നമ്മുടെ സോളിന്റെ എനർജിയായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ മൂർത്തിയെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നല്ലൊരു ഉപാസകന്റെ അടുത്തോ നല്ലൊരു എന്താ പറയാ ഗുരുവിന്റെ അടുത്തോ എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ ചോദിക്കും, ഗുരുവിന്റെ അടുത്ത് എങ്ങനെ എത്തും എന്നുള്ളത്. ഒരുപാട് ഗുരുക്കന്മാരെ കണ്ട് പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ടാണ് നല്ല ഗുരുവിന്റെ അടുത്ത് എത്തുക. ആ ഗുരുവിന്റെ അടുത്ത് എത്തിയാൽ ഗുരു നമ്മളോട് പറയും, നിങ്ങളുടെ ഉപാസനാമൂർത്തി ഇതാണ്. ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു എക്സാമ്പിൾ ഉണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടൊരു സുഹൃത്ത് ഇന്നലെ വിളിച്ചിട്ട് വേറൊരാളോട് പറയുകയുണ്ടായി, വളരെ പ്രൊവോക്കേവ് സംസാരിച്ചു. അദ്ദേഹം നല്ലൊരു ഉപാസകനാണ്. പ്രൊവോക്കേവ് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചാൽ ഇദ്ദേഹത്തിന് തിരിച്ചടി കിട്ടും. ആ സ്പോട്ടിൽ ഇദ്ദേഹത്തിന് തിരിച്ചടി കിട്ടി, ഇദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞു. അപ്പൊ അത് പുള്ളിക്കാരൻ വിട്ടു, വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. വൈകുന്നേരം വീണ്ടും വിളിച്ചു, ഇതേ കാര്യത്തിന് വീണ്ടും പ്രൊവോക്ക് ചെയ്തു. ആ സെയിം ടൈമിൽ ഇദ്ദേഹത്തിന്റെ കൈ കാറിന്റെ ഡോറിന്റെ ഇടയിലായി. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, രാവിലെ ഞാൻ താങ്കളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴും ഇതുപോലെയായി, ഇപ്പോഴും ഇങ്ങനെയായി, ക്ഷമിക്കണം കേട്ടോ. അപ്പൊ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോൾ നല്ല ഉപാസകന്റെ കൂടെയാണ് എന്നുണ്ടെങ്കിൽ ആ മൂർത്തി അല്ലെങ്കിൽ ആ ചൈതന്യം അവിടെ ഉള്ള സമയത്ത് നമ്മൾ സറൗണ്ടിങ്സിലുള്ള മീഡിയത്തിലുള്ള എനർജി നല്ല എനർജിയാണെങ്കിൽ കണക്റ്റഡ് ആവും. അതുപോലെയാണ് വേറൊരാൾക്ക് നമ്മളിലേക്ക് അറ്റംപ്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയാന്നുള്ള ഒരു സങ്കല്പത്തിൽ കൂടെ തന്നെയാണ്. അപ്പൊ സങ്കല്പത്തിനകത്ത് നമ്മൾ എന്താണോ സങ്കല്പം ചെയ്യുന്നത് ആ സങ്കല്പം നമ്മളിലേക്ക് എത്തിച്ചേരും. ആ 3 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിപ്പോ എന്താ പറയാ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത വലിയൊരു ഗോളാണെങ്കിൽ ഒരു ടൈം ഫ്രെയിം ഇട്ട് കീപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ ഷോർട്ട് ടൈം ഗോളും മിഡ് ടൈം ഗോളും ലോങ് ടൈം ഗോളും ഉണ്ടല്ലോ. അപ്പൊ ലോങ് ടൈം ഗോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു 5 വർഷം കഴിഞ്ഞ് എനിക്ക് നടക്കേണ്ട സംഭവമാണെങ്കിൽ 5 വർഷത്തിന് വേണ്ടി ഇപ്പോഴേ നമ്മൾ ഓരോ ക്വാർട്ടർലി ഓരോ എക്സസൈസ് മനോദൃശ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ദൃശ്യം സബ് കോൺഷ്യസ് മൈൻഡിൽ എംബഡ് ആവും. അതായത് ബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താണോ നമ്മുടെ ചിന്താരീതികളാണ് നമ്മൾ എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസീവ് ചെയ്യുന്ന ചിന്തകളെ നമ്മൾ കൊടുക്കുന്ന തോട്ട്സ് പ്രോപ്പർ ആണെങ്കിൽ അതായിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് വരിക.